മലപ്പുറം കാളികാവിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. കടുവയുടെ ദൃശ്യം വനംവകുപ്പിന്റെ ക്യാമറയിൽ പതിഞ്ഞു. രാഹുൽ കെ വി വിവരങ്ങളുമായിട്ട്. രാഹുൽ, കാളികാവിൽ ദിവസങ്ങൾ കുറേയായി, കഴിഞ്ഞ ദിവസമൊക്കെ വലിയ പ്രതിഷേധങ്ങളൊക്കെ കണ്ടാണ് വനംവകുപ്പിന്റെ സംഘത്തെ റോഡിൽ തടഞ്ഞിട്ടുകൊണ്ട് നാട്ടുകാർ പ്രതിഷേധിച്ചതൊക്കെ. എങ്ങനെ പോകുന്നു ദൗത്യം? ഇതിപ്പോൾ എവിടെയാണ് കണ്ടെത്തിയത്? ആളുകൾ വീണ്ടും പേടിച്ചിരിക്കേണ്ട അവസ്ഥയാണല്ലോ. തീർച്ചയായും ഈ പാപ്പിൻ തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവ മേഖലയിൽ തന്നെ തുടരുകയാണ്. അത് പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. വനംവകുപ്പിന്റെ ക്യാമറയിലാണ് ഈ കടുവയുടെ സാന്നിധ്യം വീണ്ടും സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്നലെ ഉച്ചക്ക് ആണ് ഈ ക്യാമറയിൽ കടുവ പതിഞ്ഞിട്ടുള്ളത്. തുടർന്ന് RRT സംഘം സ്ഥലത്തേക്കെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പെയ്യുന്ന ശക്തമായ മഴ ഈ ദൗത്യത്തിന് വലിയ തിരിച്ചടിയാകുന്നു എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാര്യമായി തിരച്ചിൽ നടത്താൻ കഴിയുന്നില്ല എന്നുള്ളത് ഈ മഴ അതിന്റെ തടസ്സമായി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ കടുവയുടെ കാൽപ്പാടുകളും ഈ ദൗത്യസംഘം കണ്ടെത്തിയിരുന്നു. ഇത് മദാരിക്കുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലാണ് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത്. ഇവിടെ വെള്ളം കുടിക്കാനായി ഇറങ്ങിയ നനവിൽ ആണ് കടുവയുടെ കാൽപ്പാട് പതിഞ്ഞിട്ടുള്ളത്. ഇതിനായാലും നിരവധി തോട്ടമേഖല ആളുകൾ ഉപജീവനത്തിനായി ജോലിക്കൊക്കെ പോകുന്ന പ്രദേശത്ത് തന്നെ കടുവ കറങ്ങി നടക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. പുറത്തിറങ്ങാൻ കഴിയാത്ത പോലും അവസ്ഥയായി മാറുകയാണ്. 10ാം ദിവസമാണ് ഇന്നത്തേക്ക് ഈ ദൗത്യം നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കാലാവസ്ഥ കൂടി പ്രതികൂലമായി വരുന്ന സമയത്ത് വലിയൊരു റിസൾട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ വനം വകുപ്പിന് കഴിയുന്നില്ല.